ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തെയ്യം കാണണം അന്ന് അതിമോഹമായി പലപ്പോഴും കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോഴാണ് ആരോ ആരുടെ രൂപത്തിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞത് വർഷത്തിൽ 365 അല്ലെങ്കിൽ പോലും 300-ന് മേളിൽ ദിവസം തെയ്യം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ മുന്നിലേക്കാണ്. എവിടെയാണ് ആ സ്ഥലം? വരൂ കാണാം. മാങ്ങാട്ടുപറമ്പ് ശ്രീ നീലിയാർ കോട്ടം. ഇതൊരു സോർട്ട് ഓഫ് റിസർവ് ഫോറസ്റ്റ്, ഒരു കാവാണ്. എത്ര ഹെക്ടർ ഒന്നുമില്ല, ഇവിടുത്തെ ഒരു ഫാമിലിയുടെ കീഴിലുള്ളതാണ്. ഈ കാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ കാവിൽ നിന്ന് ഒരു മരച്ചില്ല പോലും വെട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, നൂറ്റാണ്ടുകളായിട്ട് ഒരു മരച്ചില്ല പോലും ഇവിടുന്ന് വെട്ടി പുറത്തേക്ക് കടത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അതെ, നിങ്ങൾ നമ്മുടെ മേഘാലയ സീരീസിലെ സൈക്രഡ് ഫോറസ്റ്റിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെ ഇതുപോലെയൊക്കെയാണ്. പക്ഷെ അവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാഡ് ലക്ക് ഹണ്ടിയാണ്. ഇവിടെ എന്താ വിശ്വാസമൊന്നും ഞങ്ങൾക്കറിയില്ല. ഉണ്ടച്ചക്ക. നിങ്ങൾ ഉണ്ടച്ചക്ക കണ്ടോ ഗൈസ്? ഉണ്ടച്ചക്ക എവിടെ? നമ്മൾ ഉണ്ടച്ചക്കയിലാന്ന് പറയാം. അതിനിടയ്ക്ക് നമുക്ക് ഒരു കോൾ വന്നായിരുന്നു ഗൈസ്. കണ്ടാ ഉണ്ടച്ചക്ക? നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചക്ക കാണാത്ത നാട്ടിൽ. ഗൈസ്, ചക്ക കാണാതെ വീട്ടിൽ നിന്നുള്ള രാമുവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ഇന്നലെ രാത്രി ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് രാമുവിന് ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ രാമുവിൻ്റെ അച്ഛനാണെന്ന് ചോദിച്ചാൽ പറയാം, എൻ്റെ അച്ഛൻ ഷാറൂഖ് ഖാനെന്ന് മാത്രല്ല, എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ നോക്കുമ്പോ അതാ അവിടെ ഒരു പാണ്ടിലോറി നിൽക്കുന്നു. അക്കോസിന് മുന്നോട്ട് പോയപ്പോ പാണ്ടിലോറി അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ് നോക്കുമ്പോ അതാ നമ്മളുടെ വണ്ടിയുടെ കുറുകെ ഒരു വലിയ ലോറി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഞാൻ ഇപ്പൊ ഓടിക്കും നോക്കിയപ്പോ അതിലൂടെ കയറി പോകുന്ന ചേട്ടൻ. എൻ്റെ അമ്മോ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഏതാണ്ട് 360 അല്ലെങ്കിൽ 300 ദിവസങ്ങളിൽ തെയ്യം നടക്കുന്നത്. കർക്കിടക മാസത്തിലെ, മലയാളത്തിലെ കർക്കിടക മാസത്തിലെ 16 തൊട്ടോ 6 തൊട്ട് 16 വരെ 10 ദിവസവും, പിന്നെ ഞായർ ചൊവ്വ ദിവസങ്ങളിൽ തെയ്യമില്ല. 5 മണി തൊട്ട് 6 മണി വരെ. നോക്കി, ഈ സൈക്രഡ് ഫോറസ്റ്റ് പോലെയാണ് നമുക്ക് നടക്കുന്നത്. പക്ഷേ അവിടെ തന്നെ സ്റ്റോറീസ് ഉണ്ടോ എന്നറിയില്ല. പക്ഷെ നീലിയാർ, അതായത് കൊട്ടിയൂർ താമസിച്ചിരുന്ന നീലിയാർ അല്ലെങ്കിൽ നീലിയമ്മ, അവിടുത്തെ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ അവിടെ ആരോ ചീറ്റ് ചെയ്തു. എനിക്കൊന്ന് റൂളറോ മറ്റുമാണ്. ആ പുള്ളി ചീറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ എന്തെന്തോ സ്റ്റോറീസ് ആയിട്ട് പുള്ളി ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. നീലിയമ്മ കള്ളിയങ്കട്ട് നീലിയാണോ? ഇത് വളരെ നീലിയാർ കൂട്ടം. ഇത് കുറേ ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പോയിട്ട് വരാം. ഗൈസ്, നമ്മളിപ്പോൾ ആ തെയ്യത്തിൻ്റെ മേക്കപ്പ് ഇടുന്ന സാധനം കണ്ടു. ഈ റൂമിനകത്താണ് നടക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ ഷാർപ്പിന്, വളരെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ഒരാൾ മേക്കപ്പ് ഇടുന്ന ഒരാൾ ആ തെയ്യം കൊട്ടിയാടുന്ന ഭഗവതിയുടെ നേർരൂപത്തിന് ചാർത്തി കൊടുക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കാനുണ്ടല്ലോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ തനിക്ക് തോന്നില്ല പീസ്ഫുള്ളല്ലേ? ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, എന്നാൽ അഗ്രസീവായിട്ടൊരു കോലം, ആ ഒരു ഭാവത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, കഥകളിക്ക് വേഷമിടുന്ന പോലെയും തെയ്യത്തിന് വേഷമിടുന്ന പോലെയൊക്കെ ചില മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് റിയൽ ലൈഫിൽ അവിടെ നിന്ന് കാണാൻ പറ്റുക എന്നത് വളരെ പോഷ്യസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ അത് തെയ്യോ, അതെന്താ പേര്? തെയ്യമല്ലായിരുന്നു, വേറൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഏതൊരു മൂവി മോഹൻലാലിനെ ഉണ്ടെന്ന്, വനപ്രസ്ഥം വേറെ. ഏതോ അതെ, നിങ്ങൾ പറ ഏത് മൂവിയാണ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് മോഹൻലാലിൻ്റെ മൂവി ഉണ്ടെന്ന്. കാരണം മോഹൻലാൽ തെയ്യം കൂട്ടിയാടുന്ന ഇതിൽ ദൈവമായിട്ട് വരും ആ പെങ്കൊച്ചിനെ. അപ്പം അവരൊന്ന് പറയും, ഇപ്പം അവനൊന്നും പറയരുത്, അവൻ വന്നിട്ട് കോലം കിട്ടുമോ ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് കാര്യം. നമ്മൾ അമ്പലത്തിലേക്ക് കയറുക. ഇവിടെ ചപ്പലുകൾ അലൗഡ് അല്ല. ഈ പുലവായ്മയുള്ളവരും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും ക്ഷേത്ര തിരുമുറ്റത്ത് പ്രവേശിക്കരുത്. ഈ ലഹരി വസ്തുക്കളുടെ കാര്യം അംഗീകരിച്ചത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സമൂഹത്തിലെ അടുപ്പിക്കണം. കുടുംബത്തിലോ നാട്ടിലോ അടുപ്പിക്കാനേ പാടില്ല. ഇത് എൻ്റെ ചെരുപ്പാണ് ഗൈസ്. ചപ്പൽ ഊരുന്നില്ല അങ്ങോട്ട് വരുന്നെങ്കിൽ. ഗൈസ്, ഞങ്ങളുടെ ഉച്ചഭക്ഷണം ആദ്യം മാടായിക്കാവിലെ പ്രസാദം, ഇപ്പോൾ ഇവിടുന്ന് വെള്ളച്ചോറും പായസവും കിട്ടി. ലഞ്ച് കഴിഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് അവരുടെ നിന്ന്
ഡിന്നർ മാത്രം കഴിഞ്ഞാൽ മതി. ബഡ്ജറ്റ് ട്രാവൽ. ഒരു ബോട്ടിൽ വെള്ളം പോലും ഞങ്ങൾ മേടിച്ചിട്ടില്ല ഇത്തവണത്തെ യാത്രയല്ലടാ. കോഫി മമ്മി ചാവടിക്ക് നിർത്തിയപ്പോൾ കോഫി മേടിച്ചു. അവൻ്റെ ഇവിടെ മാമന്റെ പേരെന്താ? പുഷ്പൻ. ഈ മാമനാണ് നമുക്ക് പൈസ തന്നത്. ഓക്കെ, പേരെന്താ? അമ്മയുടെ പേരെന്താ? ഓ, നമ്മൾ അറിയാതെ പോയതാ. ഇവിടെ അകത്തേക്ക് വേറൊരു സ്ഥലം ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ സംഭവം? കൊള്ളാലോ. ഓ, ഇതായിരുന്നു കേട്ടോ മെയിന്. അല്ലല്ല, ആടാ പ്രതിഷ്ഠ, അമ്മേന്റെ പ്രതിഷ്ഠ. ഇവിടെ പൂജയും ഇതെല്ലാം ഇവിടെയാണ്. പൂജാ കാര്യങ്ങൾ നടത്തുന്നത് ഇവിടെയാണ്. ഇങ്ങോട്ട് നോക്കി പറയൂ. അതെ, സത്യം. ഇവിടെ അമ്മയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പം പോകുന്നത് നരുമാട് മഠം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതാണ് ഗൈസ് നരിമട. യോഗീശ്വര സാന്നിധ്യം. ഇത് യോഗീശ്വരൻ ദൈവത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പവറിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവർ പറയുന്നത്. എന്നാൽ ആ മെയിൻ ആ പ്രതിഷ്ഠയുടെ അവിടെ നിന്ന് താഴേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ തെയ്യം കൊട്ടി ആടുന്നതിൻ്റെ അവിടെ നിന്ന് പിന്നെയും ലൈറ്റിലേക്ക് പോയി പിന്നെയും താഴേക്ക് വരുമ്പോഴാണ് ഇത് വരുന്നത്. പക്ഷെ ഭയങ്കര പീസ്ഫുള്ളാട്ടോ. ചുറ്റും ചീവീടുകളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വല്ലാണ്ട് വരുന്നുണ്ട്. പണ്ട് പറമ്പിലൊക്കെ കേൾക്കുന്ന പോലത്തെ സൗണ്ടാണ്. ചേട്ടൻ്റെ വീട്ടിലെ പറമ്പുകളിലൊക്കെ ഇതുപോലെ സൗണ്ട് ഉണ്ടാകുന്നതാണ് ചേട്ടൻ പറയുന്നത്. അറിയില്ല ഗൈസ്, നോക്കാം. ഇവിടെ എല്ലാം CCTV ഉണ്ട് ഗൈസ്. വേറെ സൈഡ് ബിസിനസ് ഒപ്പിക്കാൻ ഇടികൊണ്ടൊന്നും വരും. കണ്ണൂരാണ് സ്ഥലം. അതാണ് ഇവിടെ വന്ന് സൈഡ് ബിസിനസ് ഒപ്പിക്കോ. കിൻ്റല് കണക്കിന് ഇടി വണ്ടി നോക്കിയിരുന്നല്ലോ. വരാലോ. ഇതെന്തോ ചടങ്ങാണ് ഇവിടെയോ? ഇവിടെ തോളത്ത് കയറുന്നതല്ലേ. എല്ലാവരും അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വാ.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്ന് മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സോ നമ്മൾ തെയ്യം കണ്ടു. തെയ്യം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ വൈകുന്നേരം പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ, അതാണ് പ്ലാൻ. സോ അങ്ങനെ ഈ ഒരു ദിവസം നമ്മളുടെ അവസാനിക്കുകയാണ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വീണ്ടും വരും. ബൈ ബൈ, ടാറ്റാ, സീ യു, ലവ് യു.